ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ്. ഒരാൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, എൻ്റെ വാക്കുകളല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. എനിക്കെൻ്റെ ഭാര്യയെ വെടിവെക്കണം, പക്ഷെ കർത്താവ് അതിനൊട്ട് സമ്മതിക്കുന്നില്ല. എന്താ കാരണം എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഭാര്യയെ അരുത്. രണ്ടാമത്തേത്, ഭാര്യയോട് അരുത്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ വിവാഹ ജീവിതക്കാരുടെ ഇടയിൽ അതൊരുപാട് ഉപകാരപ്രദമാകും. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു വിദേശത്ത് സെറ്റിൽഡായ ഒരു മലയാളിയുടെ വാക്കുകളാണ്. എനിക്കെൻ്റെ ഭാര്യയെ വെടിവെക്കണം. അദ്ദേഹം പറഞ്ഞ അവളുടെ സ്വഭാവം അതാണ്, മൂശാട്ട സ്വഭാവം. ഞാൻ മടുത്തു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, അവളെ വെടിവെച്ച് കൊല്ലാം. ഒരു വക്കീലിന് കുറച്ച് കാശ് കൊടുത്താൽ എങ്ങനെയെങ്കിലുമൊക്കെ ഊരിപ്പോരാൻ പറ്റും. ഇനി അദ്ദേഹം സൂചിപ്പിച്ചത് കർത്താവ് ഇതിനൊട്ട് സമ്മതിക്കുന്നില്ല. കാരണം ഇങ്ങനെ എങ്ങാനും ചിന്തിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പള്ളി ചെല്ലുമ്പോൾ അന്നത്തെ പ്രസംഗം ഇവന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഒരു കർത്താവ് വചനത്തിലൂടെ അവനെ ഈ ഒരു കാര്യത്തിൽ നിന്നും ഇങ്ങനെ തടസ്സപ്പെടുത്തി പിന്തിരിപ്പിച്ച് അവനെ മുമ്പോട്ട് കൊണ്ടുപോകായിരുന്നു. അവസാനം ഏതായാലും അവൻ്റെ ഭാര്യ വീട്ടിൽ ചെന്ന് രണ്ട് സീനിയേഴ്സായിട്ടുള്ള വ്യക്തികൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവളുടെ ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള കുറേ സംഭവങ്ങൾ കേട്ടു. അതിനുശേഷം അവൻ പറഞ്ഞത്, എനിക്ക് പിന്നെ അവളോട് ഒരു ദേഷ്യവും തോന്നിയിട്ടില്ല, സഹതാപേ തോന്നിയിട്ടുള്ളൂ. കാരണം അതുപോലത്തെ വേദന ഉളവാക്കുന്ന, ആന്തരിക മുറിവുളവാക്കുന്ന ഒരു ചെറുപ്പക്കാലമാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവളുടെ ഈ സ്വഭാവം, ഈ മൂശാട്ട സ്വഭാവമൊക്കെ അവൾക്കുണ്ടായത് എന്നുള്ളത് ഇവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാതെ നമ്മൾ വിധിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ പ്രതികാര ചിന്തകൾ പോലും നമ്മുടെ മനസ്സിലേക്ക് വരാവുന്നത്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. പ്രഭാഷകൻ 26 8-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ഭർത്താവും സൂചിപ്പിച്ചതാണ്. ചിലപ്പോൾ എൻ്റെ ഭാര്യ അവൾക്ക് ഇങ്ങനെയുള്ള ഈ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം മാത്രമല്ല, മദ്യപാനം കുടിച്ചിട്ട് പിന്നെ അവൾ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങൾ, ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് അവളെ വെടിവെക്കണം, കൊല്ലണം എന്നുള്ള ആ ഒരു ചിന്ത എനിക്ക് വന്നതെന്ന്. പ്രഭാഷകൻ 26:8 പറയുന്നുണ്ട്, ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു, അവൾ അപമതി മറച്ചു വയ്ക്കുന്നില്ല. ഇത് ഭാര്യ മാത്രമല്ല, ഭർത്താക്കന്മാരും മദ്യപിച്ചിട്ട് ഇങ്ങനത്തെ അവസ്ഥകളിലേക്ക് വഴുതി വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് ഭാര്യയെ അരുത് എന്ന ആ ഒരു വചന സന്ദേശം, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രഭാഷകൻ 26:8 മദ്യപാനം അരുത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു കാര്യം, ഭാര്യമാരെ നിങ്ങൾ ഒരിക്കലും ഭർത്താവിനെ അപമാനിക്കരുത്. ഭർത്താവിനെ ബഹുമാനിക്കേണ്ടവളാണ് ഭാര്യ, അപമാനിക്കരുത്. അത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 26:26 എടുത്താൽ ഭർത്താവിനെ ബഹുമാനിക്കുന്നവളാണ് വിവേകി, വിവേകമില്ലാത്തവരെ ഭർത്താവിനെ അപമാനിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഭാര്യയെ ഒരിക്കലും ഒരു ദുഷ്പേര് നീ ഉണ്ടാക്കരുത്. നിന്നെക്കുറിച്ച് ഒരു ദുഷ്പേര് കേൾക്കരുത്. തോബിത്ത് 10-ാം അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യദ്ന റഘുവേൽ ദമ്പതിമാർ മകൾക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യം, മകളെ നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ ഇടവരട്ടെ, ദുഷ്പേരല്ല, നല്ലത് മാത്രം. സുഭാഷിതങ്ങൾ 22:1 വായിച്ചാൽ സൽകീർത്തി അളവറ്റ സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ്. പ്രഭാഷകൻ 6:1 വായിച്ചാൽ ദുഷ്കീർത്തി അതിൻ്റെ നേരെ വിപരീതമാണ്, അപമാനവും നിന്ദനവും ഉളവാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമതൊരു കാര്യം, കലഹപ്രിയം. നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 21:19 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കലഹക്കാരിയോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ ഭേദം വല്ലോ തട്ടുംപുറത്തും താമസിക്കുന്നതാണ് ഒറ്റയ്ക്ക്. അതുപോലെ തന്നെ സുഭാഷിതങ്ങൾ 19:13 വായിച്ചാൽ കലഹപ്രിയായ ഭാര്യ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴ പോലെയാണ്. അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുന്നത് എത്ര ദുഷ്കരം എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് പാടുപെടേണ്ടതില്ല. വേറൊരു കാര്യം, ഭാര്യയെ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനക്കുറവ്. അത് ഭർത്താവിനോട് മാത്രമല്ല, ആരോടും അരുത്. ബഹുമാനക്കുറവ് നീ കാണിക്കരുത്. എഫേസസ് 5:24 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനം കൊടുക്കുന്നവർക്കാണ് ബഹുമാനം കിട്ടുന്നത്. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മറ്റൊന്ന്, വായാടിത്വം അരുത്, അമിത ഭാഷണം അത് അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷകൻ 26:14 പ്രഭാഷകൻ 26:14 മിതഭാഷിണിയായ ഭാര്യ ദൈവത്തിൻ്റെ ദാനമാണ്. സുഭാഷിതങ്ങൾ
19 വായിച്ചാലോ, വാക്കുകൾ ഏറുമ്പോൾ പാപം വർദ്ധിക്കും, അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ്, ഒരു ഭാര്യയ്ക്ക് ഒരിക്കലും ചേരാത്തതാണ് ദുഷ്ടത. പ്രഭാഷകൻ 25, 16, 17 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടത കാട്ടുന്ന ഒരു ഭാര്യയുടെ മുഖം കരടിയുടെ മുഖം പോലെ ഇരുണ്ടുപോകും. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകരുതെന്ന്. മറ്റൊന്നാണ് ദുർനടത്തം ഒരു ഭാര്യയ്ക്ക് ചേർന്നതല്ല. സുഭാഷിതങ്ങൾ 22, 14 വായിച്ചാൽ, ദുഷ്ചരിതയുടെ വായ അഗാധ ഗർഭം പോലെയാണ്. അത് ഒരു നല്ല ഭാര്യയ്ക്ക്, ഉത്തമ ഭാര്യയ്ക്ക് ചേർന്നതല്ല എന്നുള്ളത് നാം അറിയണം. രണ്ടാമതായിട്ട്, ഭാര്യയോട് അരുത്. ആദ്യത്തെ നമ്മൾ കണ്ടു, ഭാര്യയെ അരുത് എന്ന് കർത്താവിൻ്റെ വചനം പറയുക. ഭാര്യമാരോട് ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ. മത്തായി 1, 19 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോസഫ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന മറിയം ഗർഭിണിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ കൂടുതൽ അപമാനിക്കാതിരിക്കാൻ അവൻ ചെയ്ത കാര്യം, അവളെ രഹസ്യമായിട്ട് പറഞ്ഞയക്കാൻ വിട്ടു. ഭാര്യ ഒരിക്കലും അപമാനിക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തോബിത്ത് 10:12 മുതൽ വായിച്ചാൽ, ഭാര്യ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. എദ്നാ റഗുവേൽ ദമ്പതിമാർ തോബിയാസിന് കൊടുത്ത ഒരു നിർദ്ദേശം, മകനെ, ഇവിടെ ഒരു കാരണവശാലും നീ ദുഃഖിപ്പിക്കരുത്. മറ്റൊന്ന്, സംശയിക്കരുത്. ഇത് ചിലർക്ക് അകാരണമായിട്ടുള്ള സംശയമാണ്, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംശയം. നമ്മൾ ന്യായാധിപന്മാർ 13 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനോവയുടെ ഭാര്യയ്ക്കാണ് ദൈവം സന്ദേശം കൊടുത്തത്. അത് മനോവയോട് പറഞ്ഞപ്പോൾ മനോവ സംശയിക്കുകയല്ല ചെയ്തത്, വിശ്വസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജീവിത പങ്കാളിയെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, ജീവിത പങ്കാളിയോട്, ഭാര്യയോട് ഒരിക്കലും അവിശ്വസ്തത അരുത്. ഒരു ഭാര്യയ്ക്കും, നല്ല ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ അവിശ്വസ്തത. ഹോസിയ 1, 2 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ വിശ്വസ്തതയുടെ വില അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. മറ്റൊന്നാണ്, കുറ്റപ്പെടുത്തരുത്. ചില സംബന്ധിച്ചിടത്തോളം വാ തുറന്ന് ഭാര്യയെ കുറ്റപ്പെടുത്തല, അല്ലെ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തല്, അവർ ഒരിക്കൽ പോലും അവരെക്കുറിച്ചൊരു നല്ല തൊട്ട് പറയത്തുമില്ല. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. കുറ്റപ്പെടുത്തൽ ഒഴിവാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, ഈ 2 കാര്യങ്ങളുടെ കൂടെ പോകുന്ന ഒന്നാണ് പ്രതികാരം അരുത്. പ്രതികാരദാഹിയായ ആ മനുഷ്യൻ പറഞ്ഞത്, എൻ്റെ ഭാര്യ എനിക്ക് വെടിവെച്ച് കൊല്ലണം. അത് പ്രതികാരദാഹമാണ്, അരുതെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. എഫേസസ് 4:26, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. ധാർമ്മിക രോഷം ഓക്കെ, പക്ഷേ പ്രതികാരദാഹം അരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. റോമ 12:19 മുതൽ വായിച്ചാൽ, പ്രതികാരം നിങ്ങൾ ചെയ്യേണ്ടതല്ല, ദൈവത്തിന് വിട്ടേക്കുക, ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക, ഞാൻ പ്രതികാരം ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അത് ശരിയായ രീതിയിൽ പ്രതികാരം ചെയ്യാൻ ദൈവത്തിനെ പറ്റൂ. നമ്മളൊക്കെ നമ്മുടേതായ മാനുഷികമായ ആ ഒരു രീതിയിൽ അത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും നമുക്കും ദോഷം ചെയ്തേക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പ്രതികാരം ചെയ്യരുത്. പ്രഭാഷകൻ 28, 1, 2, 3 വചനങ്ങൾ വായിച്ചാൽ, അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് എങ്ങനെ കരുണ പ്രതീക്ഷിക്കാൻ പറ്റും? ന്യായാധിപന്മാർ 9, പ്രതികാരദാഹിയായ അബിമലക്കിന് സംഭവിച്ചൊരു കാര്യം, അവൻ്റെ തലയോട് അടിച്ചു പൊട്ടിച്ച് അങ്ങനെ ദാരുണമായ അന്ത്യം മരിക്കുന്നത് കാണാൻ പറ്റും. 2 മക്കവായർ 9 വായിച്ചാൽ, അന്ത്യോക്കസിൻ്റെ അന്ത്യം, പ്രതികാരദാഹിയായ അന്ത്യോക്കസിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? എസ്തർ 3 അധ്യായം വായിക്കുമ്പോൾ, ഹാമാൻ പ്രതികാരദാഹിയായിട്ട് മൊർദെഖായിയോട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അവൻ്റെ അന്ത്യം, മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുമരത്തിൽ ഇവൻ തൂക്കപ്പെടുന്നത് കാണാൻ പറ്റും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രതികാരം വെടിഞ്ഞ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരുടെ ഗണത്തിലേക്ക് വരുവാൻ കർത്താവിൻ്റെ കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.